ഡാൻസ് ഓഫ് ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ നാളെ ഹാജരാകണം. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തിന് പോലീസ് നോട്ടീസ് നൽകി. ഉച്ചയ്ക്ക് 3 മണിക്ക് ഷൈൻ ഹാജരാകുമെന്ന് അറിയിച്ച പിതാവ് ഇപ്പോൾ നടക്കുന്ന പോലീസ് നടപടി ഓലപ്പാമ്പ് മാത്രമെന്ന് പരിഹസിച്ചു. പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്ന് നടൻ ഷൈൻ ടോം ചാക്കോ ഓടിക്കളഞ്ഞത് എന്തിനാണെന്നതിലാണ് അന്വേഷണം. ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസും പരാതിയുമില്ല. എങ്കിലും ലഹരി പരിശോധനയ്ക്കിടെ ഓടിക്കളഞ്ഞ നടന്റെ നീക്കത്തിൽ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. നാളെ എന്തായാലും ഹാജരാകും. നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ കൈപ്പറ്റിയിട്ടുണ്ട്. നാളെ ആരെ കൈപ്പറ്റിയത്? ആർക്ക് കൊടുത്തത്? ഫാദർ ഉണ്ടായിരുന്നു. അവര് ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്ന് കുടുംബത്തിന്റെ ഉറപ്പ്. അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ 3 മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരും. അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസാണ് തന്നിരിക്കുന്നത്. ചോദിച്ചറിയാനാണ്. പോലീസ് കേസെടുക്കുകയോ ഒന്നും തന്നെ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കുകയോ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ ഹാജരായാലും പ്രശ്നങ്ങളില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നഗരത്തിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനെ തേടിയാണ് പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്കെത്തിയത്. നമ്മൾ വേറൊരു ട്രക്ക് ഡീലറെ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ മുറി എടുത്തായിട്ട് മനസ്സിലായി. അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടാകുന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുറി ചെന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായാലും ഒരാൾ മുറി തുറന്നു. ഇയാൾ അവിടെ നിന്ന് ചാടിപ്പോയി. നിലവിൽ ഷൈൻ തമിഴ്നാട്ടിലാണുള്ളത്. നടന്റെ മുറിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഷൈനെതിരെ പോലീസ് കേസെടുക്കില്ല. എക്സൈസും ഷൈനെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിമുഖങ്ങളിൽ വന്നിരുന്ന അഴകുഴമ്പൻ സംസാരം നടത്തുന്ന ഷൈൻ ടോം ചാക്കോയുടെ സ്ഥിരം നമ്പറൊന്നും പോലീസിന് മുൻപിൽ വിലപ്പോകില്ല. എന്തിനാണ് ഓടിയതെന്നും ആരെ കാണാൻ വേണ്ടിയാണ് ഓടിയതെന്നും ലഹരി കയ്യിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് മുൻപിൽ ഷൈൻ വിശദീകരിക്കേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.